വിദ്വേഷം മാത്രം പറയാൻ വാ തുറക്കുന്ന ഒരാളെ കാണാൻ പോകുന്ന എന്ത് കാര്യത്തിന്? അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താ വെള്ളാപ്പള്ളി നടന്നിട്ട് കാര്യം? നിങ്ങളെ തോപ്പിക്കാൻ വേണ്ടി മാത്രം പണിയെടുത്ത ഒരാൾ, അതിനുവേണ്ടി മാത്രം വർത്താനം പറഞ്ഞ ഒരാൾ, അയാളെ കാണാൻ, അദ്ദേഹത്തെ കാണാൻ എന്താണ് നിങ്ങളുടെ എന്ത് കാരണം? ബിന്ദു കൃഷ്ണ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായ തീരെ പിടിക്കാത്ത ഒരാളാണോ? ഈ വി ഡി സതീശനെ പരമാവധിയിൽ ആക്ഷേപിച്ച ഒരാളെ പോയി കണ്ട് പൊന്നാട ഇടുക എന്ന് വെച്ചാൽ അതിനർത്ഥം വി ഡി സതീശനെ പരിഹസിക്കാന്ന് കൂടിയാണല്ലോ. ഞാൻ ആ ആംഗിൾ കൂടി ചോദിക്കുകയാണ്. ആദ്യം ശ്രീകുമാർ, ഈ രണ്ട് പ്രവൃത്തികൾ അങ്ങേയറ്റത്തെ അശ്ലീലമായി കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കുന്നുണ്ടാവുമോ? നോക്കൂ ശ്രീ നിഷാദ്, ഈ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയെ കാണാൻ പോയി എന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതും ഇന്നിപ്പോൾ ചർച്ചയ്ക്ക് അടിസ്ഥാനമായി കൊണ്ട് പറയുന്നതും. ശ്രീമതി ബിന്ദു കൃഷ്ണ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോയി എന്നതും ശരിയാണ്. അപ്പോൾ ഞാൻ ശ്രീ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽപ്പെട്ട SNDP യോഗത്തിൻ്റെ അവിടുത്തെ താലൂക്ക് യൂണിയൻ പ്രസിഡൻറ്റ് ഒരു അശോക് പണിക്കർ, അദ്ദേഹം ക്ഷണിച്ചതനുസരിച്ച് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. ഈ പണിക്കരുടെ അടുത്ത ബന്ധുവാണ് തുഷാർ വെള്ളാപ്പള്ളി. അപ്പോൾ ആ വീട്ടിൽ തുഷാർ വെള്ളാപ്പള്ളി ഉണ്ടായിരുന്നു, അദ്ദേഹവും സ്വീകരിച്ചു. ഒരു വീട്ടിലേക്ക് ഒരാൾ ക്ഷണിച്ചിട്ട് ചെല്ലുമ്പോൾ അവിടെ രാഷ്ട്രീയമായ അഭിപ്രായ ഭിന്നതയുള്ള ഒരാളുണ്ട് എന്ന് കരുതി ആ ക്ഷണം നിരസിച്ച് ഇറങ്ങിപ്പോകാൻ ഒരു ശരാശരി മനുഷ്യന് സാധിക്കില്ല. പ്രത്യേകിച്ച് ഹരിപ്പാട് നിയോജക മണ്ഡലം MLA കൂടിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. പക്ഷേ അത് രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കപ്പെട്ടു. രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ ചർച്ചയാകും. ആ ചർച്ചയാകുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDFനെ തോൽപ്പിക്കാൻ ശ്രമിച്ച ഒരു സാമുദായിക നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായ BJP മുന്നണി നേതാവിൻ്റെ വീട്ടിൽ പോയിട്ട് കണ്ടു എന്ന് വരുമ്പോൾ അത് വലിയ ചർച്ചാ വിഷയമാവുകയും അത് UDFനെ അപഹസിക്കാൻ എതിരാളികൾക്ക് ഒരു ആയുധം കിട്ടുകയും ചെയ്യും. പക്ഷേ സത്യാവസ്ഥ മനസ്സിലാക്കുമ്പോൾ അതിൽ വലിയ ഒരു വീഴ്ചയുണ്ടെന്ന് കരുതാനുമാവില്ല. നമ്മൾ ഏത് വിഷയവും നമ്മൾ അതിൽ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അത് വലിയൊരു ചർച്ചയായി മാറുന്നത്. നേരെ മറിച്ച് ഞാൻ ഈ പറഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. ബന്ധു എതിർ രാഷ്ട്രീയ വിശദീകരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ തൻ്റെ പൊളിറ്റിക്കൽ പ്രൊഫൈലിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നം, തൻ്റെ ക്യാബിനറ്റ് തന്നെ ഗരിമ കളയുന്ന ഒരു പ്രശ്നം ഉണ്ടായി വന്നിരിക്കുകയാണ്. നോക്കൂ, ഈ NDAയുടെ കൺവീനർ, BJP മുന്നണിയുടെ കൺവീനർ എഴുതിയിരിക്കുന്നത് സംസ്ഥാന ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസിൻ്റെ ജനപ്രിയ നേതാവുമായ ആത്മസഹോദരൻ രമേശ് ചെന്നിത്തലയെ സ്നേഹപൂർവ്വം കാർത്തികപ്പള്ളി കുന്നത്തുകളത്തിൽ വീട്ടിലേക്ക് സ്വീകരിച്ചു. ഇത് കാണുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്താണ് വിചാരിക്കുന്നത്? കാർത്തികപ്പള്ളിയിലാണ് ഇദ്ദേഹത്തിൻ്റെ വീട്, ആ വീട്ടിലേക്ക് സ്വീകരിച്ചു. ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടേക്ക് രമേശ് ചെന്നിത്തല വന്നു കണ്ടു എന്ന മട്ടല്ല. അദ്ദേഹം അവിടേക്ക് വരുമ്പോൾ അതെൻ്റെ വീട്ടിലേക്ക് വന്നു, ഞാൻ സ്വീകരിച്ചു എന്ന നിലയ്ക്ക് ട്രിക്കി ആയിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഒന്ന്. രണ്ട്, പൊന്നാടയും പൂച്ചെണ്ടുമായി കാത്തു നിൽക്കുകയാണ് രമേശ് ചെന്നിത്തലയെ സ്വീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കല്ലോ വരുന്നത് വേറെ ആൾ, ആ ഗൃഹനാഥൻ തന്നെ വേറെയാണ്. പക്ഷേ ഇവിടെ അദ്ദേഹം ഗൃഹനാഥനായി ആക്ട് ചെയ്യുകയാണ്, എന്നിട്ട് അത് പകർത്താൻ ആളെ ഏർപ്പാടാക്കുകയാണ്, അത് പ്രചരിപ്പിക്കുകയാണ്. ഡാമേജ് ആർക്കാണ്? രമേശ് ചെന്നിത്തലയ്ക്കാണ്. താങ്കൾ പറയും പ്രകാരമാണെങ്കിൽ ആ ഡാമേജ് ഇല്ലാതാക്കണമെന്ന്. ഞാൻ ഒരു BJP NDA നേതാവിൻ്റെയും വീട്ടിൽ പോയിട്ടില്ല, എനിക്കാരുടെയും ആതിഥ്യവും വേണ്ട എന്ന ഒരു വർത്തമാനം എവിടെ നിന്ന് വന്നിട്ടില്ല? രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. രണ്ട്, താൻ പോകുന്നത് ഈ പറയുന്ന NDA കൺവീനറുടെ വീട്ടിലേക്കല്ലല്ലോ, പിന്നെ അവിടെ എന്തിനാണ് ഇയാളെ ഈ പറയുന്ന ബൊക്കയും ഹാരവുമായി കാത്തു നിൽക്കുന്നത്? അതൊരു സ്വീകരണ പരിപാടി പോലെ ആക്കുന്നത്, അത് വീഡിയോയിൽ പകർത്തുന്നത്, ആ വീഡിയോയ്ക്ക് അഭിമുഖമായി ഈ ആഭ്യന്തരമന്ത്രി നിന്നു കൊടുക്കുന്നത്, അത് പ്രചരിപ്പിക്കാനുള്ള അനുവാദം കൊടുക്കുന്നത് കംപ്ലീറ്റ് കുഴപ്പമാണ് ശ്രീകുമാർ. അതായത് അതിൽ താങ്കൾ പറഞ്ഞ ശരിയാണ്. കാരണം ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ഒരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി അത് ഉപയോഗിച്ചിട്ടുണ്ടാകാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിൽ രമേശ് ചെന്നിത്തലയെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. കാരണം രമേശ് ചെന്നിത്തല അത് ഉണ്ടായിരിക്കും. രമേശ് ചെന്നിത്തല പോയത് അദ്ദേഹത്തിൻ്റെ ഹരിപ്പാട് മണ്ഡലത്തിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ SNDP താലൂക്ക് യൂണിയൻ പ്രസിഡൻ്റായ ഒരാളുടെ വീട്ടിൽ പോകുമ്പോൾ ആ ആളുടെ ബന്ധുവായ തുഷാർ അവിടെ വന്ന് രമേശിനെ സ്വീകരിക്കുകയും അത് ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്താൽ അതിൽ രമേശ് കുറ്റക്കാരനല്ല. പക്ഷേ അദ്ദേഹത്തിന് ഇറങ്ങിപ്പോകാൻ പറ്റില്ലല്ലോ, ഒരു വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് രമേശ് ചെന്നിത്തല ഒരു വീട്ടിൽ വരുന്നു, അദ്ദേഹം എന്തായാലും തുഷാറിൻ്റെ വീട്ടിൽ തുഷാറിന് അറിയാവുന്നതുകൊണ്ട് തുഷാർ അവിടെ പോയി ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ സീനിനകത്ത് ഒരു നടനെ പോലെ നിന്നു കൊടുക്കുകയാണ് ആര്? ഈ പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി.
അപ്പോൾ ആ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഹാരമണിയിക്കാൻ കിട്ടിയ അവസരത്തെ അദ്ദേഹം പ്രയോജനപ്പെടുത്തുന്നു, വീട്ടിലേക്ക് ക്ഷണിച്ചു എന്ന ഒരു ക്യാപ്ഷനോടുകൂടി. അതിനെ താങ്കൾ പറഞ്ഞ ഭാഷയിലാണെങ്കിൽ അതിനെ തുഷാർ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ തുഷാറിൻ്റെ നടത്തുന്ന ആ പ്രചാരണം രമേശ് ചെന്നിത്തലയും ഒരു സൗകര്യമായി കാണുകയാണ്. നടക്കട്ടെ, തുഷാറിൻ്റെ ഒരു ബന്ധു, വെള്ളാപ്പള്ളിയുടെ ഒരു ബന്ധു, ഞാനെന്ന മറ്റുള്ളൊരു പ്രചരണം നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് അദ്ദേഹം മൗനമായി കാണുകയല്ലേ? അല്ലെങ്കിൽ അദ്ദേഹം ഇന്നലെ രാവിലെ പറയണ്ടേ എന്നെ കൂട്ടണ്ട കേട്ടോ ഈ പരിപാടിക്കെന്ന്? അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം ശ്രീ രമേശ് ഇപ്പോൾ അസംബ്ലി ആയതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ വാർത്താലേഖകർ സമീപിക്കട്ടെ, അദ്ദേഹം അതിന് വിശദീകരണം തരും. രണ്ടാമത്തെ കാര്യം ശ്രീമതി ബിന്ദു കൃഷ്ണയുടെയാണ്. ബിന്ദു കൃഷ്ണ SNDP യോഗം ജനറൽ സെക്രട്ടറിയെ കാണാൻ പോയത്, ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി, എനിക്ക് അവരെ ബന്ധപ്പെടാൻ ഞാൻ 2 വട്ടം ശ്രമിച്ചു, എനിക്ക് ആ മന്ത്രിയെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരുടെ എന്താണ് അവരുടെ അഭിപ്രായം പറഞ്ഞത് എനിക്ക് അറിയില്ല. ഞാൻ ഈ വിവാദത്തിൽപ്പെട്ട 4 മന്ത്രിമാരിലെ 3 മന്ത്രിമാരുടെ ഓഫീസുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു. ശ്രീമതി തുളസി NSS ജനറൽ സെക്രട്ടറിയെ കാണാൻ പോയത് കാര്യത്തിലും ഇന്നലെ തന്നെ ഞാൻ ഒരു ചാനലിൽ ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ബിന്ദു കൃഷ്ണ പോയപ്പോൾ അത് എന്താണ് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി അവരെ വിളിച്ചതെങ്കിൽ എനിക്ക് തിരിച്ച് അവരുടെ പ്രതികരണം കിട്ടിയില്ല. അപ്പോൾ അവർ ജനറൽ സെക്രട്ടറിയെ കണ്ട ശേഷം പുറത്തു വന്നിട്ട് ഞാൻ ജനറൽ സെക്രട്ടറിയെ കാണാൻ വന്നതാണ്, വ്യക്തിപരമായ അടുപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരുമായിരുന്നു. പക്ഷേ അത് ആ രീതിയിൽ പറഞ്ഞില്ല എന്നുള്ളതാണ് ആ മന്ത്രിക്കെതിരെ ഒരു പക്ഷേ ഇത് വാർത്ത കൂടുതലാകാൻ കാരണമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ 2 മന്ത്രിമാരുടെ പോയിട്ടുണ്ടല്ലോ, ഒന്ന് മോൻസ് ജോസഫ് പോയിട്ടുണ്ട് NSS ജനറൽ സെക്രട്ടറിയെ കാണാൻ, ശ്രീമതി തുളസി പോയിട്ടുണ്ട് NSS ജനറൽ സെക്രട്ടറിയെ കാണാൻ. മോൻസ് ജോസഫ് അദ്ദേഹം കേരള കോൺഗ്രസിൻ്റെ ആളായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. ശ്രീമതി തുളസി അവരെ പോയത് NSS കോളേജിൽ, ഒറ്റപ്പാലം കോളേജിലെ വകുപ്പ് മേധാവിയാണ്. അവരെ തെരഞ്ഞെടുപ്പ് കാലത്ത് അവരെ NOC വാങ്ങിക്കാനായിട്ട് അവർക്ക് അവിടെ പോയിരുന്നു, അവർക്ക് കിട്ടി. അതിനുശേഷം അവർ മന്ത്രിയായപ്പോൾ അവർക്ക് VR എടുക്കുക വേണം. RSSന് കള്ളമൊരുക്കാൻ ആസൂത്രിതമായി വർഗീയത പറയുന്ന ഒരാൾ, അയാളെ പോയി കാണുന്നതിനെ കുറിച്ചാണ് ചർച്ച, അല്ലാതെ സമുദായ നേതാക്കളുടെ ഓഫീസിൽ പോകാമോ എന്ന സ്ഥിരം പല്ലവി ചർച്ചയല്ല. ആ ടോപ്പിക് ഇവിടെ ഇല്ല. ചോദ്യം ഇതാണ്, ഈ വെള്ളാപ്പള്ളി നടേശനെ ഒരു സമുദായ നേതാവ് എന്നതിലേക്കുള്ള ഞാൻ അതിനകത്ത് വരുന്നില്ല. അവർ പോയി NSS ജനറൽ സെക്രട്ടറിയെ കണ്ടോട്ടെ, അവരവരുടെ കോളേജിൻ്റെ ഒരു മാനേജർ, പ്രധാനപ്പെട്ട ബോസ്, ആ പദവിയിലിരിക്കുന്ന ആൾ, അല്ലെ NSSൻ്റെ പ്രസിഡന്റ് എന്ന നിലക്ക് കാണാം എന്ന ന്യായം ഓക്കെ. പക്ഷെ വെള്ളാപ്പള്ളിയുടെ കേസ് വേറെ തന്നെയാണ്. വേണമെങ്കിൽ ബിന്ദു കൃഷ്ണയ്ക്ക് ശിവഗിരിയിൽ പോകാം, അവിടുത്തെ സന്യാസിമാരെ കാണാം, അവിടെ പോയി പ്രാർത്ഥിക്കാം. പക്ഷേ ഇവർ പോയത് എവിടെയാണ്? വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്ന എന്താണ്? അദ്ദേഹം ഈഴവ സമുദായത്തിലെ ആ പാവപ്പെട്ട മനുഷ്യരുടെ പേര് വ്യാജമായി ഉണ്ടാക്കി അവർക്കുള്ള പൈസ അടിച്ചു മാറ്റി എന്നുള്ള കേസിലെ മെയിൻ പ്രതിയാണ്. അതാണ് അദ്ദേഹം സമുദായത്തിന് ചെയ്യുന്ന സേവനം. പിന്നെ ആ സമുദായത്തിൻ്റെ സംഘടനാ തലപ്പത്തിരുന്നു കൊണ്ട് RSSന് വേണ്ടി വർഗീയത പറയാണ്. അങ്ങനെ ഒരാൾക്കും അയാളുടെ മകനായിട്ടുള്ള RSSൻ്റെ ഒരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിൻ്റെ കേരളത്തിലെ കൺവീനറുമായ അയാൾക്ക് ഉപയോഗിക്കാൻ തക്ക വിധത്തിൽ അഭിനേതാവായി നിന്നുകൊടുക്കുന്നത് എന്തിന് ചെന്നിത്തല? അവിടെ പോയി വണങ്ങുന്നത്, കുമ്പിടുന്നത് RSSൻ്റെ പരിപാടിയിലെ പ്രധാന പ്രവർത്തകയായിട്ടുള്ള ഈ വെള്ളാപ്പള്ളിയുടെ ഭാര്യയെ അടക്കം കുമ്പിടുന്നത് എന്തിന്? ബിന്ദു കൃഷ്ണയ്ക്ക് എന്ത് സഹായം ചെയ്തു ഈ തെരഞ്ഞെടുപ്പിൽ? ബിന്ദു കൃഷ്ണയുടെ മുന്നണിക്ക് എന്ത് സഹായം ചെയ്തു ഈ തെരഞ്ഞെടുപ്പിൽ? വെള്ളാപ്പള്ളി നടേശൻ തോൽപ്പിക്കാൻ ശ്രമിച്ച് അവഹേളിക്കുന്ന വാക്കുകൾ പറഞ്ഞതല്ലാതെ. അപ്പോൾ ഈ ബിന്ദു കൃഷ്ണ അടക്കമുള്ള ആളുകൾ ജനവിധിയെ പരിഹസിക്കുകയാണോ എന്നുള്ളതാണ് എൻ്റെ അടിസ്ഥാന ചോദ്യം. അല്ല, ഞാൻ പറഞ്ഞത് കേട്ടില്ല. അതായത് ഞാൻ പറഞ്ഞത്, ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം ചർച്ചയാക്കി. അപ്പോൾ ചർച്ചയാക്കിയപ്പോഴാണ് തുളസി ടീച്ചറുടെ കാര്യം കൂടെ ഞാൻ വ്യക്തമാക്കിയത്. കാരണം ഒരു വ്യക്തമാക്കണമല്ലോ. അവരെ പിന്നാലെ അവർ പോയി NSS ജനറൽ സെക്രട്ടറിയെ കണ്ടതും ചിലർ വാർത്തയാക്കി പരിഹസിക്കാനൊക്കെ ശ്രമിച്ചു. അപ്പോൾ കൃത്യമായിട്ട് ഇതെല്ലാം പറയാം. പിന്നെ മറ്റൊരു കാര്യം, ഇവരൊന്നും പോയത് UDFൻ്റെയോ കോൺഗ്രസിൻ്റെയോ ആവശ്യപ്രകാരമോ അല്ലെങ്കിൽ UDFൻ്റെയോ കോൺഗ്രസിൻ്റെയോ നേതൃത്വം അവരെ വിലക്കിയിട്ടില്ല. രണ്ടുമുണ്ട്. ഇവർക്ക് പോയി കാണാം. അപ്പോൾ ഈ കാണുമ്പോൾ അവരെ വ്യക്തിപരമായ കാര്യമൊക്കെ പറഞ്ഞാൽ മതി. ഇന്ന കാര്യത്തിനാണ് പോയെന്ന് പറഞ്ഞാൽ ആ വിഷയമില്ല. പക്ഷേ ഇത് രാഷ്ട്രീയമാക്കി ശ്രമിക്കാനായിട്ട് ആഭ്യന്തരമന്ത്രി ചെന്നതിനെ രാഷ്ട്രീയമാക്കി കാണാനായിട്ട് NDA മുന്നണിയിലെ ഒരാൾ ശ്രമിക്കുമ്പോൾ അതിന് ആഭ്യന്തരമന്ത്രി നാളെ വിശദീകരണം നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ചർച്ചയ്ക്ക് പ്രധാനപ്പെട്ട ഇത് ചർച്ചയാവാനുള്ള കാരണം എന്താ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ ഇടതുപക്ഷം UDFനെ നയിക്കുന്ന കോൺഗ്രസ് ആണെന്ന ഒരു ചിന്ത വന്നു. ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് അനുകൂലികളും ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിനെ എതിർത്തവരും അതുപോലെ ഇടതുപക്ഷ കക്ഷികളായിട്ടുള്ള RMP, CMP, ഫോർവേഡ് ബ്ലോക്ക്, RSP തുടങ്ങിയൊക്കെ ഉൾപ്പെടുന്ന UDF മുന്നണിക്കൊപ്പം ഒരുപാട് ജനങ്ങൾ നിന്നു. ആ ജനങ്ങൾക്ക് മുമ്പിലെ ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ അത് വലിയ ചർച്ചയാകും. ആ ചർച്ച വരുമ്പോൾ അതിന് കൃത്യമായ വിശദീകരണം നൽകി പോയാൽ ആ പ്രശ്നം അവിടെ തീരും. അല്ലാണ്ട് UDF പറഞ്ഞിട്ടല്ല ഇവർ പോയത്, UDFന് വേണ്ടിയിട്ടല്ല പോയത്,
പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഇവരാരും ഇന്ന സ്ഥലത്ത് പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ വ്യക്തിപരമായിട്ട് ഇപ്പോൾ ഒരാളെ കാണാൻ പോകണമെങ്കിൽ പോകുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ പോകുമ്പോൾ ഇന്ന കാര്യത്തിനാണ് പോയതെന്ന് പറഞ്ഞാൽ വിഷയമില്ല. അദ്ദേഹം ചെന്ന സ്ഥലത്ത് അവിടെ വന്ന വിദ്വേഷം മാത്രം പറയാൻ വാ തുറക്കുന്ന ഒരാളെ കാണാൻ പോകുന്ന എന്ത് കാര്യം? വ്യക്തിപരമായി നിങ്ങൾക്ക് എന്താ വെള്ളാപ്പള്ളി നടേശനോട് കാര്യം? നിങ്ങളെ തോപ്പിക്കാൻ വേണ്ടി മാത്രം പണിയെടുത്ത ഒരാൾ, അതിനുവേണ്ടി മാത്രം വർത്താനം പറഞ്ഞ ഒരാൾ, അയാളെ കാണാൻ, അദ്ദേഹത്തെ കാണാൻ എന്താണ് നിങ്ങളുടെ എന്ത് കാരണം? ഒരു കാരണവുമില്ല, ഒരു കാരണവുമില്ല ശ്രീകുമാർ, ഒരു കാരണവുമില്ല. നിഷാദ് പറയുന്നത് 100% ശരിയാണ്. വെള്ളാപ്പള്ളി നടേശൻ LDF ജയിപ്പിക്കാൻ ശ്രമിക്കുകയും UDF തോൽപ്പിക്കാൻ ശ്രമിക്കുകയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ഇരിക്കുന്ന VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ആദ്യഘട്ടത്തിലും ഒരുപാട് സമയത്തും അദ്ദേഹത്തെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തെ പോയി കാണണോ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സ് പറയുന്നത് പോയി കാണണ്ട എന്ന് തന്നെയാണ്, തർക്കമില്ല. അവരെ പോയി കാണണ്ട എന്ന് തന്നെയാണ്. കാരണം ഇങ്ങനെ UDF തോൽപ്പിക്കാൻ ശ്രമിച്ച ആളെ പോയി കാണണ്ട എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സ്. ബിന്ദു കൃഷ്ണ VD സതീശൻ മുഖ്യമന്ത്രിയായ തീരെ പിടിക്കാത്ത ഒരാളാണോ? ഈ VD സതീശനെ പരമാവധിയിൽ ആക്ഷേപിച്ച ഒരാളെ പോയി കണ്ട് പൊന്നാട ഇടുക എന്ന് വെച്ചാൽ അതിനർത്ഥം VD സതീശനെ പരിഹസിക്കാന്ന് കൂടിയാണല്ലോ. ഞാൻ ആ ആംഗിൾ കൂടി ചോദിക്കുകയാണ്. സതീശൻ മുഖ്യമന്ത്രിയായത് ഞങ്ങൾക്ക് അത്ര പിടിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കാനുള്ള അവരുടെ ആദ്യത്തെ ചക്കളത്തിപ്പോരിൻ്റെ പ്രകടനമാണോ കണ്ടത്? പിന്നെ നോക്കൂ, ശ്രീമതി ബിന്ദു കൃഷ്ണൻ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. അവരൊരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകയാണ്. അവർ വളരെ ഒരുപാട് കാലത്തെ പാരമ്പര്യമുള്ള സ്ത്രീയാണ്, അന്ന് തർക്കമില്ല. പക്ഷേ ഒരു മന്ത്രിയായി കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ, അവർക്ക് ഇഷ്ടമായിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ പോയി കാണുന്നു. ആ കാണുന്നതിൽ ഞാൻ തെറ്റ് കാണുന്നില്ല. പക്ഷേ മന്ത്രിയായി കഴിയുമ്പോഴല്ലേ മന്ത്രിയായി കഴിയുമ്പോഴല്ലേ നമുക്ക് ഇഷ്ടമുള്ള എല്ലാവരെയും കാണാൻ പറ്റാതെ വരിക. അപ്പം നമുക്ക് പൊതുസമൂഹത്തോടും സർക്കാരിനോടും ക്യാബിനറ്റിനോടും വിജയിപ്പിച്ച ജനങ്ങളോടും കൂടുതൽ ഉത്തരവാദിത്വമായല്ലോ. അവിടെ ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകയാണെങ്കിൽ ആരെയും പോയി കാണാം, കുറച്ചുകൂടി ലൂസാണ്. ഇപ്പോൾ ഒരു മന്ത്രിയാണ്. എന്തു പറഞ്ഞിട്ടാണ്? 1000 തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും മതനിരപേക്ഷതയോട് നാം കോംപ്രമൈസ് ചെയ്തുകൂടാ എന്ന് പ്രസംഗിച്ച, അതിന് കയ്യടി മേടിച്ച VD സതീശൻ്റെ ക്യാബിനറ്റിലെ അംഗമാണ്. ഞാനും മരിക്കും, പിണറായി വിജയനും മരിക്കും, പക്ഷേ ഈ കേരളം നിലനിൽക്കണം, അതുകൊണ്ട് വിദ്വേഷക്കാരെ പിന്തുണയ്ക്കല്ലേ, വിദ്വേഷക്കാരെ നമ്മൾ കാറിൽ കയറ്റല്ലേ എന്ന് പ്രസംഗിച്ച VD സതീശൻ്റെ ക്യാബിനറ്റിലെ അംഗം. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ അങ്ങനെ കാണാൻ പോകാം, ആരെയും പോയി പൊന്നാട അണിയിക്കാം എന്ന് പറഞ്ഞാൽ ഈ വോട്ട് ചെയ്ത ജനത്തിനെ അങ്ങോട്ട് കളിയാക്കി പരമാവധിയിലാക്കാം എന്ന മട്ടല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ശ്രീകുമാർ നോക്കൂ, SNDP യോഗ ജനറൽ സെക്രട്ടറിയാണ് കാണാൻ പോയത്. അദ്ദേഹം കോൺഗ്രസ് വിരുദ്ധതയും UDF വിരുദ്ധതയും പ്രസംഗിച്ച ഒരാളാണ്. അദ്ദേഹത്തിനോട് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. അതിൻ്റെ ഒപ്പം ഈ മന്ത്രി അവിടെ പോയി കണ്ടു. മന്ത്രി അതിന് വിശദീകരണം നൽകാൻ കൃത്യമായിട്ട്, ഞാൻ പോയി കണ്ടത് SNDP യോഗം ജനറൽ സെക്രട്ടറിയാണ്, എനിക്ക് ചില ബന്ധങ്ങളുണ്ട് വ്യക്തിപരമായിട്ട്, അദ്ദേഹത്തെ കണ്ടു എന്നുള്ള. പിന്നെ ഇതിൽ വേറൊരു വിഷയമുണ്ട്, അവരത് വിശദീകരിക്കട്ടെ കൃത്യമായിട്ടുണ്ടെങ്കിൽ. ഇനി വേറൊരു വിഷയമുണ്ട് നിഷാദേ, ഇത് ചർച്ചയാകുന്നത് നല്ലതാണ്. എന്താണെന്നറിയാമോ? ഇങ്ങനെ കേരളത്തിലെ കോൺഗ്രസ് ജനങ്ങൾ UDF ജയിപ്പിച്ച എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും, ഇടതുപക്ഷ മനസ്സുള്ള ജനങ്ങളും അതുപോലെ എല്ലാവരും ഒരു കാര്യം ജാഗ്രതയോടെ വീക്ഷിക്കുന്നുണ്ട്. UDF മുൻപ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും അവർ വ്യതിചലിക്കുന്നുണ്ടോ? കാരണം യഥാർത്ഥ ഇടതുപക്ഷ മുഖം UDF ആയിരുന്നു. കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട്, ഓഡിറ്റ് മുഴുവൻ CPM-നുള്ളതാണ്, നമുക്ക് ഓഡിറ്റൊന്നുമില്ല, നമുക്ക് എന്തും കാണിക്കാം, നമുക്ക് ആരെയും കാണാം, ഓടിച്ച് CPM ഉള്ളൂന്നൊരു വിചാരമുണ്ടല്ലോ, അത് മാറുന്നത് നല്ലതാണ്. അത് മാറി എന്ന് വിചാരിക്കണം. കാരണം അതിന് പഴയ കാലമല്ല, കേരളത്തിൽ ഒരുപാട് വെള്ളം പിന്നെയും ഒഴുകിയല്ലോ.